പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ 20ാമത്തെ വർഷത്തിൽ ആരംഭിച്ചിരിക്കുന്ന അനുഗ്രഹം അനുദിന ദിവസങ്ങളിലെ അതിൻ്റെ ഭാഗവാക്കാകാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. എന്നെയും ഭാഗവാക്യത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാം. എല്ലാവരും പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഉടമ്പടി വെച്ച നിയോഗങ്ങളാകാം, റാലിക്ക് വെച്ച നിയോഗങ്ങളാകാം, റാലിക്ക് വെച്ച നിയോഗങ്ങളാകാം, ലൈറ്റ് അക്കാനും പരക്ക് വെച്ച നിയോഗങ്ങളാകാം, ഓൺലൈൻ ഉടമ്പടി നിയോഗങ്ങളാകാം, ഉടമ്പടി എടുക്കാതിരിക്കുന്നവരാൽ നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള നിയോഗങ്ങളാകാം. ഇപ്പോൾ തന്നെ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയ്ക്ക് അനുഗ്രഹത്തിന് മണിക്കൂറിൽ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുന്ന സമയമാണ്. കർണാടക കൈകൾ കുപ്പികൾ നിയോഗം സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നത്തെ ദിവസത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. എല്ലാവരും ഒരു ദിവസത്തെ വിശ്രമം വരാൻ കഴിഞ്ഞിട്ട് ഓഫീസിൽ പോണവരുണ്ട്. സർക്കാർ ഓഫീസെല്ലാം തുറന്നിരിക്കുന്നു, സ്കൂളുകൾ തുറക്കുന്നു. അങ്ങനെ പല പല കർമ്മമണ്ഡലങ്ങളിലേക്ക് പ്രസരിപ്പോടെ പോകുന്ന ദിവസമാണ്. എല്ലാവരും പ്രസരിപ്പില്ല. ചിലർക്ക് പേടിയാണ്, ചിലർക്ക് ഹോംവർക്ക് പ്രശ്നം, ചിലർക്ക് റെക്കോർഡ്, അരിയർ, ഹോംവർക്ക് എല്ലാവർക്കും പ്രശ്നമുണ്ട്. ചിലർക്ക് ചില വിഷയങ്ങൾ പഠിക്കാൻ പറ്റണില്ല. ചെന്ന് ചേർന്നും പോയി അമ്മാസം ഇറങ്ങുകയും ചെയ്ത് ഭാരതത്തിൽ എത്തിയില്ല എന്ന് പറഞ്ഞ പോലുള്ള അവസ്ഥയിൽ നടുക്ക് നിൽക്കുന്നവരുണ്ട്. ഒരു വിഷയം എടുത്തു, അത് പഠിക്കാൻ പറ്റണില്ല. പിന്നെ ഇയർ ബാക്കായി അങ്ങനെ വിഷമിക്കുന്നവരുണ്ട്. ചില സർട്ടിഫിക്കറ്റ് വിത്ത് ഹോൾഡായി പോയിട്ട് ആൾക്കാരുണ്ടാകും. അവർക്ക് സർട്ടിഫിക്കറ്റ് അവർ പഠിച്ചു തീർന്ന്, പക്ഷേ സർട്ടിഫിക്കറ്റ് തരുന്നില്ല, പൈസ കൊടുക്കാൻ പറയുന്നു. അപ്പം അങ്ങനെയൊക്കെ കുരുങ്ങിപ്പോയ ആൾക്കാരുണ്ട്.
ചില ആൾക്കാർ പൈസ മുഴുവൻ അടച്ചെങ്കിലും ലോൺ എടുത്തു, പക്ഷേ പൈസ മുഴുവൻ അടച്ചെങ്കിലും ഇപ്പോഴും ഇവരും അവർ പലിശയാണ് അടച്ചത്, മുതലടച്ചല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്തി ജപ്തി നടപടിക്ക് പോകുന്നവരാണ്. ആരും നമ്മൾ സഹായിക്കാൻ ഇല്ലാത്ത വ്യക്തികളുണ്ട്. ഇങ്ങനെയുള്ള സങ്കടക്കാർ ഒത്തിരി പേരുണ്ട്. ചിലർക്ക് വീടില്ലാത്തവരുണ്ട്, ചിലർക്ക് വീട്ടിലേക്ക് വഴിയില്ലാത്തവരുണ്ട്, കുടിക്കാൻ വെള്ളം ഇപ്പോഴും ഇല്ലാത്തവരുണ്ട്. ചിലർ വെള്ളം കൊടുക്കുക, ചിലർ വീടോ വഴിയോ ഒക്കെ ഒന്നും ഉണ്ടാകാൻ അവസരം കൊടുക്കാത്തവരുണ്ട്. അതിനൊരു അവസരം കൊടുക്കാനോ ഒരു കൺസെൻറ്റ് കൊടുക്കാനോ ഉദ്ദേശിക്കാത്തവരുണ്ട്. ചിലർ വെള്ളത്തിൽ ജീവിക്കുന്നവരുണ്ട്, വെള്ളത്തിൽ കിടക്കുന്നവർ. എപ്പോൾ മഴ പെയ്താലും അവരുടെ ഈർപ്പമായിരിക്കും. എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് ഓർത്ത് ചിന്തിച്ച് വേദനിക്കുന്നവരുണ്ട്. പിന്നെ ചിലയിടത്തൊക്കെ ജീവിക്കാൻ പറ്റത്തില്ല, പലതരത്തിലുള്ള ദുർഗന്ധങ്ങളും അതുപോലെ തന്നെ മനുഷ്യന്മാർക്ക് വന്ന് നമ്മുടെ വീട്ടിൽ വിരുന്ന് വരാൻ പറ്റാത്തത്. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ വരും എന്ന് വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ വിഷമിപ്പിക്കുന്നവരുണ്ട്. ഇതെല്ലാം മനുഷ്യ പ്രശ്നങ്ങളാണ്. ഇതെല്ലാം പരിഹരിക്കാൻ പറ്റും. ഇത് നീ കർത്താവിൻ്റെ തിരുസെ പറയേണ്ടടുത്ത് പറയണ പോലെ പറയണം. അതിനാണ് അനുദിന അനുഗ്രഹ പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. കർത്താവേ, നാനാജാതി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ കർത്താവ് നീ പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോ 1:4 ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. എല്ലാ തരത്തിലും ദുരിതം അനുഭവിക്കുന്നവരെ ആശീർവദിക്കുവാൻ കർത്താവെ അത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവമേ, ഇപ്പോഴ് എല്ലാ തരത്തിലും ദുരിതം, മക്കളുടെയും ദുരിതം, എപ്പിലെപ്സി പേഴ്സണും ദുരിതം, ചിലർ ജന്യവാദം ബാധിച്ച് വീഴും, ചിലർക്ക് ഓട്ടിസത്തിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാവും. ഇങ്ങനെ അവർ കാണിക്കുന്ന അക്രമങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ല. ചിലപ്പോൾ കുഞ്ഞിനെ വെടിവെച്ച് കൊല്ലാൻ തോന്നും അമ്മമാർക്ക്. അത്രയും അവർ അനുഭവിക്കുന്നവർ അമ്മമാരുണ്ട്. അങ്ങനെയൊക്കെ എല്ലാ വ്യത്യസ്തമായ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. കർത്താവെ, നീ അവരുടെ കണ്ണുനീര് ഏറ്റെടുക്കണം. ഈ സമയത്ത് അവരെന്തെല്ലാം തരത്തിലാണ് ദുരിതിച്ച് കിടക്കുന്നത്. ചില കുടുംബങ്ങളിലാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല. അതായത് ചില മുതിർന്ന മാതാപിതാക്കന്മാർ മലമൂത്ര വിസർജനമൊക്കെ നടത്തിയിട്ട് കഴുകാനും നോക്കാനും ആരും ഇല്ലാത്തതിൽ ഒരു കുഞ്ഞു മരുമകളും 2 കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഇത് വ്യത്യസ്തങ്ങളായ രീതിയിൽ വിഷമിക്കുന്നവരുണ്ട്. കർത്താവ്, അവർക്കെല്ലാം ഒരു സാന്ത്വനം കൊടുക്കാൻ നിനക്ക് കഴിയും. അവരെ ശക്തിപ്പെടുത്താൻ നിനക്ക് കഴിയും. അവർ അനുഭവിക്കുന്ന സങ്കടങ്ങൾ കർത്താവിൻ്റെ കുരിശിനെ കൂടി കൊട്ടുപോയിക്കൊണ്ട് ഉയർപ്പിൻ്റെ മഹപ്രാപിക്കാനുള്ള കൃപയെ വളർത്താൻ കഴിയും. അതാണല്ലോ അമ്മയെ നിനക്കുണ്ടായിരുന്നത്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് അമ്മയെ പറഞ്ഞിട്ട് ദൈവദൂതന്മാർ സ്തുതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നാരകീയമായ സാഹചര്യങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ സന്തുഷ്ടീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് കൃപയിൽ നിറയാനുള്ള ഉപാധികളായിട്ട് ഇതിനെ മനസ്സിലാക്കാനുള്ള കഴിവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിലെ കുരിശിൻ്റെ അടയാളത്തിൽ 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷയുടെ മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. Lord Jesus Christ, pour out His Spirit, the fire fingers of the precious blood, Lord, infuse His Spirit of power and grace. ഇന്നത്തെ സന്ദേശം ഹെബ്രായ ലേഖനം 12:14. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. അപ്പൊ ദൈവമായിട്ടൊരു ദർശനം, അനുഭവങ്ങളുടെ കർത്താവിനെ കണ്ടെത്താൻ നമുക്ക് കഴിയും. എന്ത് ചെയ്യണം? എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കണമെന്ന്. എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. പാരവെപ്പുകാരും സൂചിവെപ്പുകാരും അതിനുവേണ്ടി ജന്മം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു നന്മയും പറയാത്ത ആൾക്കാരുണ്ടാവും. തിന്മ മാത്രം നമുക്കെതിരെ പറയുന്നവരുണ്ടാവും. ഇവരൊക്കെ ഒന്ന് ചത്ത് കിട്ടിയാൽ കൊള്ളാമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം തന്നെ നമ്മൾ ഉള്ളിൽ ശാപമാണ് കൊള്ളത്. അതുകൊണ്ടാണ് കർത്താവ് പറയണത്, ഇങ്ങനെയുള്ള വെറൈറ്റി പാർട്ടിയോടെല്ലാം സമാധാനത്തിൽ സമാധാനമായിരിക്കാൻ പരിശ്രമിക്കാൻ, അല്ല സമാധാനത്തിൽ വർത്തിക്കാൻ. എന്നിട്ട് എന്തിനാണ് അങ്ങനെ വർത്തിച്ചുകൊണ്ട് എന്താണ് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കാൻ. അപ്പോൾ വിശുദ്ധി എന്ന് പറയുമ്പോൾ നിങ്ങളോർക്കും എല്ലാ സമയത്തും സൽപ്രവൃത്തികൾ ചെയ്ത് അതുപോലെ തന്നെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി കുറച്ച് ഉപവിപ്രവർത്തനം ചെയ്യണം. അത് തന്നെയല്ല. വിശുദ്ധി ഇരിക്കുന്നത് നിൻ്റെ ശത്രുവിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് നീ തട്ടിപ്പറിക്കണം. വിശുദ്ധി ഇരിക്കുന്നത് നിനക്കിഷ്ടപ്പെടാത്ത ആൾക്കാരുടെ കയ്യിലേക്ക്, നിൻ്റെ വിശുദ്ധി നിനക്കിഷ്ടപ്പെടാത്ത ആൾക്കാരുടെ കയ്യിലേക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. അത് നീ തട്ടിപ്പറിക്കണം. എങ്ങനെ തട്ടിപ്പറിക്കും? അവരോട് സമാധാനം വർദ്ധിച്ചുകൊണ്ട്. അപ്പം നീ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ്. ആ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിച്ച് കഴിയുമ്പോൾ നീ എന്ത് പറ്റും? അതിൻ്റെ അന്ത്യത്തിൽ ആര് കാണും? നീ ദൈവത്തെ കാണും.
അപ്പോൾ ദൈവത്തെ എനിക്ക് കാണാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി പ്രയോഗമാണ് എൻ്റെ മുമ്പിൽ എൻ്റെ ഭീഷണിയായി നിൽക്കുന്ന എൻ്റെ ശത്രു, എൻ്റെ മിത്രം. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, എല്ലാ ശത്രുക്കളും എൻ്റെ മിത്രമാണെന്നാണ് സുവിശേഷം പറയുന്നത്. ആ എല്ലാ ശത്രുക്കളെയും മിത്രമായി കണ്ടെത്തിക്കൊണ്ട് അവരിലൂടെ സമാധാനം വർദ്ധിച്ചുകൊണ്ട് അവർ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകിക്കൊണ്ട് നിന്നെ കണ്ടെത്താൻ എൻ്റെ സാഹചര്യങ്ങളെ, എൻ്റെ ദുരിത സാഹചര്യങ്ങളെ, പ്രതികൂല സാഹചര്യങ്ങളെ നീ ഒരുക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവ്, നീ എന്നെ അനുഗ്രഹിക്കണമേ. ഇതുപോലെ ഈ വചനങ്ങൾ കേട്ടുകൊണ്ട് ഓരോ ദിവസവും നിന്നെ വളരെ ഇടയാക്കുന്ന സ്വതന്ത്രം ചെയ്യുന്നു. ഇത് നിലനിൽക്കാൻ കർത്താവ് സഹായിക്കണമേ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവ്വസ്വരം നീക്കാമേ. മക്കളെ, ഇപ്പം തന്നെ ഇത് ഷെയർ ചെയ്യണം നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ. അപ്പം അനേകം പേര് കർത്താവിനെ തിരിച്ചറിയും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ഗുഡ് ഡേ.